Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. ഒറ്റപ്പാലം നഗരസഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ കൗൺസിലർ സജിത്ത് രംഗത്ത്. ഒറ്റപ്പാലം നഗരസഭയിലെ ഭവനരഹിതരായ 5 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം അവസാനം ഉദ്ഘാടനം നടത്തിയ വീടുകൾ ഗുണഭോക്താക്കൾക്ക് നൽകിയില്ല എന്നതാണ് സജിത്തിന്റെ ആക്ഷേപം. മുൻ കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ എത്തിയാണ് ഇതിന്റെ താക്കോൽദാനം ഉൾപ്പെടെ നടത്തിയത്. ഒറ്റപ്പാലം നഗരസഭയിലെ 11ാം വാർഡിലെ ഒരു സ്വകാര്യ വ്യക്തി നൽകിയ സ്ഥലത്താണ് 5 കുടുംബങ്ങൾക്കുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത്. നഗരസഭ പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. ആദ്യഘട്ടത്തിൽ 40 ലക്ഷം രൂപയും പിന്നീട് 15 ലക്ഷം രൂപയും വകയിരുത്തിയാണ് ഇതിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ചുറ്റുമതിൽ നിർമ്മാണം, ഇന്റർലോക്ക് വിരിക്കൽ എന്നീ പ്രവൃത്തികളും പൂർത്തിയാക്കി. മുൻഗണന പ്രകാരം ഗുണഭോക്താക്കളെ കണ്ടെത്തി താക്കോൽദാനം നടത്തിയിട്ടും ഇതുവരെയും 5 കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും കുടുംബങ്ങൾക്ക് രേഖകൾ നൽകാനോ താക്കോൽ നൽകാനോ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നും ഉദ്ഘാടന സമയത്ത് വൈദ്യുതിയും കുടിവെള്ളവും ഈ വീടുകളിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു എന്നും സജിത്ത് ആരോപിക്കുന്നു. ഈ താക്കോൽ ദാനം ഉൾപ്പെടെ വലിയ രീതിയിൽ മന്ത്രിമാർ ഉൾപ്പെടെ വന്നിട്ടുള്ള ഒരു പരിപാടിയായി ബന്ധപ്പെട്ടാണ് ഇത് സംഘടിപ്പിച്ചത്. എന്നാൽ അവിടെ നിന്ന് ഇലക്ഷൻ കഴിഞ്ഞ് 8 മാസത്തോളമായിട്ടും ഈ പറയുന്ന കുടുംബങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ ചാവി കൊടുക്കുകയോ അതിൻ്റെ ബന്ധപ്പെട്ട രേഖകൾ കൈമാറുകയോ ഒരു നടപടിയും ഒറ്റപ്പാലം നഗരസഭ സ്വീകരിച്ചിട്ടില്ല. നിലവിൽ ഈ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് അവിടെ വെള്ളവുമില്ല, വൈദ്യുതിയുമില്ല. ഈ 2 മാസങ്ങൾക്ക് മുൻപാണ് അവിടെ കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ നൽകിയത്. ശേഷം ഇതുവരെയായിട്ടും അവിടെ ആ വീടുകളുടെ വൈദ്യുതീകരണവും അതുപോലെ തന്നെ പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ വീടുകളിലേക്ക് 5 വീടുകളിലേക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കുന്ന യാതൊരു പ്രവൃത്തികളും നഗരസഭ ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല. കഴിഞ്ഞ 2 മാസം മുൻപാണ് ഇവിടെ കുടിവെള്ളം എത്തിയത്. ഇതുവരെയും വീടുകളിലേക്ക് വൈദ്യുതി എത്തിയിട്ടില്ല എന്നും നിലവിൽ ജനലുകൾ ഉൾപ്പെടെ തുരുമ്പ് പിടിച്ച അവസ്ഥയാണ് എന്നും കൂടുതൽ കേടുപാടുകൾ വരുന്നതിന് മുൻപ് തന്നെ നിർധനരായ കുടുംബങ്ങൾക്ക് ഇത് കൈമാറണമെന്നും സജിത്ത് പറഞ്ഞു. ഈ പറയുന്ന 5 കുടുംബങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരും മറ്റുള്ളവരുടെ ആശ്രിതരായിട്ട് കഴിയുന്നവരുമാണ്. ഇപ്പോഴും അവർ അതേ സ്ഥിതിയിലാണ് തുടർന്നു വരുന്നത്. അടിയന്തരമായി നഗരസഭ ഈ വീടുകളുടെ പണികൾ പൂർണ്ണമായി തീർത്ത് അതിൻ്റെ ജനൽ ഉൾപ്പെടെ തുരുമ്പ് പിടിച്ച് പോകാൻ തുടങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ വീടിന് കൂടുതൽ കേടുപാടുകൾ വരുന്നതിന് മുൻപ് നിർമ്മാണ പ്രവൃത്തികൾ മുഴുവൻ പൂർത്തിയാക്കി ഈ 5 കുടുംബങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നഗരസഭ നൽകണമെന്നും കൊടുത്ത വാക്ക് നഗരസഭ പാലിക്കണമെന്നുമാണ് അഭിപ്രായപ്പെടാനുള്ളത്.